ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ആണ് ഇവിടെ ആളിക്കെത്തിയത്. പ്രത്യേകിച്ച് ആയിരക്കണക്കിന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് രാവിലെ വരെയുള്ള ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത്. ഇത് കേവലം പാർട്ടിയുടെ സമരമല്ല, തൊഴിലാളികൾ ഏറ്റെടുത്ത സമരമായിട്ട് മാറുകയായിരുന്നു ചെയ്തത്. ഇന്ത്യയിൽ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന 40 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന സമര പരമ്പരകൾക്ക് ഏറ്റവും ആവേശം പകരുന്ന ഒന്നാണ് കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സമരം. ഇത് സംഘടിപ്പിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ അവർക്കുണ്ടായിട്ടുള്ളൂ. എങ്കിലും വളരെ ആസൂത്രണത്തോടുകൂടി ഇത് സംഘടിപ്പിച്ച് ഗംഭീരമാക്കിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി സഹകരിച്ച DCCകളെയും എല്ലാ നേതാക്കളെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. മോഡി സർക്കാർ ഇത് പിൻവലിക്കുന്നത് വരെ, ഈ പുതിയ മൻരേഗ തകർത്തുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ ബില്ല് പിൻവലിച്ച് പഴയ ബില്ല് പുനഃസ്ഥാപിക്കുന്നവരെയുള്ള പോരാട്ടവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. എല്ലാ കക്ഷികളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും സഹായത്തോടുള്ള പോരാട്ടം തുടരും. 1-ാം തീയതി, ഇപ്പം 28-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. 28-ാം തീയതി വീണ്ടും ഈ പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടമായിരിക്കും മൻരേഗ പുനഃസ്ഥാപിക്കുന്നതിന്, ബിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാവുക എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കാം. ഈ UDF മുന്നണി വിപുലീകരിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ബന്ധപ്പെട്ട് ചർച്ച എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഞാനത് ഇന്നലെ പറഞ്ഞതാണല്ലോ, പലവട്ടം നിങ്ങളോട് പറഞ്ഞു. ഈ പത്രങ്ങളിൽ വരുന്നതൊക്കെ തന്നെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. അഭിമാനത്തോടുകൂടി ഞങ്ങൾ പറയുന്നു, ഓരോ ദിവസം കഴിയുന്തോറും UDFിലേക്ക് കേരളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ തുടങ്ങിയിട്ടുള്ള UDF അനുകൂല വികാരം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വന്ന് UDFന് വലിയ ഭൂരിപക്ഷത്തോട് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ട്. പക്ഷെ അമിത ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനല്ല UDFന്റെ പ്രവർത്തകർ തയ്യാറാകുന്നത്. ഓരോ ഇഞ്ചും പോരാട്ടമാണ് എന്നുള്ള വിചാരത്തോടു കൂടി തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ച് UDFിലേക്ക് ഘടകകക്ഷികൾ വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ആ താല്പര്യം അറിയിച്ചാൽ ഞങ്ങളത് പരിഗണിക്കും, ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇല്ല, ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഇത്ര ഒരു താല്പര്യമായിട്ട് ആരും വന്നിട്ടില്ല. ഒരു ചർച്ചകളും കോൺഗ്രസിന്റെയോ UDFന്റെയോ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ എൻ്റെ മറുപടി പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു പാർട്ടിയെയും ചെറുതായി കാണണ്ട. എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട്. UDFന്റെ പാരമ്പര്യമുള്ള പാർട്ടികൾ, UDFിൽ പ്രവർത്തിച്ച് അതിൻ്റേതായിട്ട് അടിത്തറയുള്ള പാർട്ടികൾ UDFിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ ആ സന്ദർഭത്തിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും.